ശിവ. അവൻ്റെ ആർദ്രമായ വിളിയിൽ അവളൊന്ന് വിറച്ചുപോയി. അവൻ്റെ ഓരോ ശ്വാസത്തിന് പോലും എന്നെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു. നിന്നിൽ അടിമപ്പെട്ടു പോവുകയാണ് പെണ്ണെ ഞാൻ. നിന്നിൽ മാത്രമാണ് എൻ്റെ ലോകമെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷം അവളുടെ ചെവിയോരമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ്റെ തലോടലിൽ അവൾ തളർന്നു പോകുന്നുണ്ടായിരുന്നു. എനിക്ക് നിൻ്റെ ഈ ചുണ്ടുണ്ടല്ലോ, അത് കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട്. അത് ഞാൻ എടുക്കട്ടെ? അവളുടെ ഇരു കണ്ണിലേക്ക് നോക്കി പ്രണയത്തോടെ, അതിലുപരി കാമത്തോടെ അവൻ ചോദിച്ചു. ആ ചോദ്യത്തിലൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിക്കുന്ന അവളുടെ ചെഞ്ചുണ്ടിനെ അവൻ കടിച്ചെടുത്തു. അത് അവളിൽ ഒരു വിറയൽ സൃഷ്ടിച്ചു. എന്നാൽ അതൊന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ അവളുടെ അതരങ്ങളുടെ മൃദുലതയിൽ ലയിച്ചു പോയിരുന്നു. ആദ്യം പതിയെ തുടങ്ങിയ ചുംബനം അതിൻ്റെ വന്യതയിലെത്തിയിരുന്നു. അവളുടെ ചുണ്ടിലെ തേൻ എത്ര നുകർന്നിട്ടും അവന് മതിയായില്ല. കുറച്ചു സമയം ആ ചുംബനം നീണ്ടുപോയി. പിന്നെ അവൾക്ക് ശ്വാസം കെട്ടുന്നില്ല എന്നറിഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ അവൻ അവളുടെ അതരങ്ങളിൽ നിന്നും പിന്മാറി. ഈ സമയം അവൾ ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ടിരുന്നു. ശിവ, എന്ത് സോഫ്റ്റാണ് പെണ്ണെ നിന്റെ ഈ ചെഞ്ചുണ്ട്. എന്നെ വല്ലാതെ കൊതിപ്പിക്കുന്നു. ഹസ്കി വോയിസിൽ അവനത് പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തുടുക്കിലേക്ക് മുഖം പൊഴുത്തി. ശ്രീയേട്ടാ, അവളൊന്ന് പുളഞ്ഞുകൊണ്ട് വിളിച്ചുപോയി. കഴുത്തിൽ നിന്ന് അവൻ്റെ അതരം അവളുടെ സാരിയെ വകഞ്ഞു മാറ്റി വെണ്ണ പോലുള്ള അവളുടെ വയറിലേക്ക് നീങ്ങി. കടിച്ചും നുണഞ്ഞും അവൻ അവളിൽ അടിമപ്പെട്ടു പോയിരുന്നു. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ അവളുടെ അരഞ്ഞാണം ശ്രദ്ധിച്ചത്. കറുപ്പ് മുത്തുകളുള്ള പഴയൊരു അരഞ്ഞാണമായിരുന്നു. മങ്ങിയ ഹിപ് ചെയിനായിട്ട് പോലും അവളുടെ ഇടുപ്പിൽ അത് ഭംഗിയായി ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നുണ്ട്. അവനത് കടിച്ചു പൊട്ടിച്ചു. അതിലെ ചില മുത്തുകൾ അവളുടെ നാഭിച്ചുഴിയിൽ പോയി ഒളിച്ചു. ആ സമയം അവന് ആ മുത്തുകളോട് പോലും അസൂയ തോന്നി. ഒരു നിമിഷം ആ മുത്തുകളോട് ദേഷ്യവും തോന്നി. കാരണം അവളിൽ അവനേക്കാൾ കൂടുതൽ ആർക്കും സ്ഥാനം വേണ്ട എന്നൊരു കുശുമ്പ്. അവൻ ആ മുത്തുകളെ എടുത്ത് അവളുടെ ചുഴിയുടെ ആഴം അളന്നുകൊണ്ടിരുന്നു. ശ്രീയേട്ട, അവളുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. അവളുടെ കൈ ബെഡിൽ അമർന്നു. ഇതുവരെ അവൾക്ക് അനുഭവപ്പെടാത്ത എന്തൊക്കെയോ വികാരം അവളിൽ വന്ന് മൂടി. അവനാണെങ്കിൽ എത്ര നുകർന്നിട്ടും മതിയായിരുന്നില്ല. അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ കണ്ണിലേക്ക് നോക്കി. അവളാണെങ്കിൽ കണ്ണ് ഇറുക്കി അടച്ച് കിടക്കുവാണ്. അത് കണ്ടവൻ പുഞ്ചിരിയോടെ അവളുടെ കണ്ണിലേക്ക് ഊതി. അവളൊന്ന് കണ്ണുകൾ ചിമ്മി തുറന്നു. അവനെ നോക്കിയതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു തുടുത്തു. ശിവ, ഇനിയും എന്നെ പരീക്ഷിക്കല്ല പെണ്ണെ. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയോ പിടിച്ചു നിൽക്കുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ നിന്നെ മൊത്തത്തിലങ്ങ് എടുക്കുവേ. അതും പറഞ്ഞവൻ അവളുടെ മാറിലേക്ക് അമർന്നു. അമ്മേ! പെട്ടെന്നാണ് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. അവളാകെ വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഈശ്വര, ഞാനിപ്പോൾ സ്വപ്നമല്ലേ കണ്ടേ? അതും പറഞ്ഞവൾ ചുറ്റും നോക്കുന്നുണ്ട്. പോരാത്തതിന് അവളുടെ ഡ്രസ്സും ശരിക്കല്ലേ എന്നും നോക്കി. എല്ലാം ക്ലിയറാണ്. അപ്പോൾ ഞാൻ കണ്ടത് സ്വപ്നമാണ്. എന്തൊക്കെയാണ് ഈശ്വര ഞാൻ കണ്ടത്? ആ സ്വപ്നത്തിൽ കണ്ടയാള്, ആളുടെ മുഖം എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല. ആരാണ് ഈശ്വര അയാൾ? എന്തൊക്കെ വൃത്തികേടാണ് ഞാൻ കണ്ടേ? അതും പറഞ്ഞവൾ ബെഡിൽ നിന്നും എണീറ്റ് വാഷ്റൂമിലേക്ക് നടന്നു. എന്നാലും ആരായിരിക്കും അയാൾ? ഫ്രഷ് ആകാൻ പോയപ്പോഴും അവളുടെ മനസ്സിൽ ആരായിരിക്കും അയാൾ എന്നായിരുന്നു. പിന്നെ അവളൊന്നും നോക്കിയില്ല. വേഗം കുളിച്ച് ഫ്രഷായി താഴേക്ക് പോയി. അമ്മയോട് അമ്പലത്തിൽ പോയി വരാമെന്ന് പറഞ്ഞിറങ്ങി. ഇന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു സുഖവും ഉണ്ടാവില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. ഇവളാണ് ശിവപ്രിയ. എല്ലാവരും പ്രിയ എന്നാണ് വിളിക്കാറ്. ഗിരിയുടെയും ജലജയുടെയും മകളാണ്. അവളുടെ അച്ഛൻ പ്രിയയുടെ ചെറുപ്പത്തിലെ മരിച്ചതാണ്. ഇപ്പോൾ ഉള്ളത് രണ്ടാനച്ഛനാണ്, ഭദ്രൻ. അവളുടെ അച്ഛൻ മരിച്ച് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ജലജയെ വീണ്ടും കെട്ടിച്ചു. ഭദ്രൻ ജലജയ്ക്ക് ഒരു മോളും ഉണ്ട്, അമൃത എന്ന അമ്മു. ഇതാണ് പ്രിയയുടെ കുടുംബം. പ്രിയയുടെ മനസ്സ് ആകെ കലങ്ങി മറിയുകയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ അവൾക്ക് തോന്നിക്കൊണ്ടിരുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവൾ മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് അവളുടെ മുന്നിലേക്ക് ഒരു ബ്ലാക്ക് സുമോ വന്നു നിന്നത്. അവളൊന്ന് ഞെട്ടിയെങ്കിലും ധൈര്യത്തോടെ മുന്നോട്ട് നടന്നതും വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ഒരാൾ അവളുടെ കയ്യിൽ പിടിച്ചതും ഒരുമിച്ചായിരുന്നു. പ്രിയ ഒന്ന് ഞെട്ടി. പിന്നെ അവൻ്റെ നേരെ ദേഷ്യത്തോടെ നോക്കി കൈ പിടിവിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവനത് മൈൻഡ് ചെയ്യാതെ അവളെ പിടിച്ചു വലിച്ച് മുന്നോട്ട് നടന്നു. ദോ, താൻ എന്താ കാണിക്കുന്നത്? എൻ്റെ കയ്യിൽ നിന്ന് വിടടോ! പ്രിയ അവന് നേരെ ആക്രോശിച്ചു. പക്ഷേ അവനത് മൈൻഡ് ചെയ്യാതെ അവളെ പിടിച്ചു വലിച്ച് മുന്നോട്ട് നടന്നു. അവൾ കൈപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അവളെയും വലിച്ച് അവൻ വണ്ടിയിലേക്ക് കയറി. പ്രിയ കുതറിമാറാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും ആ മല്ലന്മാരിൽ ഏറ്റില്ല.
ഡു ഗുണ്ടകളെ, നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? അവൾ ദയനീയമായി അവരോടായി ചോദിച്ചു. ഡി, ഞങ്ങൾ ഗുണ്ടകളൊന്നുമല്ല, അതിലൊരാൾ പറഞ്ഞു. ഗുണ്ടകളല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടു പോകുന്നത്? അത് കേട്ട് പല്ലുരുമി അവളെ ദേഷ്യത്തോടെ നോക്കി അവൻ. പിന്നെ ആരും ഒന്നും അവളോട് മിണ്ടിയില്ല. അവൾ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, പക്ഷേ ആരും അതിന് മറുപടി പറഞ്ഞില്ല. കാരണം അവൾ ഉരുളയ്ക്ക് ഉപ്പേരി പോലെയാണ് മറുപടി പറയുന്നത്. പ്രിയയ്ക്ക് പേടിയുണ്ട് എങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല. അങ്ങനെ അവളെയും കൊണ്ട് ഒരൊഴിഞ്ഞ കെട്ടിടത്തിലെത്തി. അവളെ വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കേണ്ടി വന്നു അവർക്ക്. അല്ലാതെ അവൾ ഇറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. എന്നിട്ട് ഒഴിഞ്ഞ റൂമിൽ കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് വാതിൽ പൂട്ടി. അവളുടെ കൂടെ ഒരാളെ നിർത്തിയിരുന്നു. അപ്പോഴാണ് പുറത്തൊരു വണ്ടിയുടെ സൗണ്ട് കേട്ടത്. അതാരാണ് എന്ന് അവർക്കറിയാമായിരുന്നു. പുറത്തു വന്നയാൾ അകത്തേക്ക് കയറി. നമ്മുടെ നായകൻ. കയ്യിൽ ചാവി കറക്കിക്കൊണ്ടാണ് അവൻ്റെ വരവ്. കണ്ടാൽ തന്നെ ആരും ഒന്ന് നോക്കിപ്പോകുന്ന ജിം ബോഡി. നെറ്റിയിലേക്ക് വീണു കിടക്കുന്ന ചെമ്പൻ മുടി ഒതുക്കിയാണ് അവൻ്റെ വരവ്. എല്ലാവരെയും ആകർഷിക്കുന്ന കാപ്പി കൃഷ്ണമണിയുള്ള കണ്ണുകൾ, ഡ്രിം ചെയ്ത താടി, ആകെ മൊത്തത്തിൽ ഒരു അടാറ് മുതല്. അവൻ അകത്തേക്ക് വന്നതും ഹാളിൽ കണ്ട സോഫയിലേക്ക് കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്നു. ഇവനാണ് ശ്രീറാം. ചെകുത്താൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന റാം. ഇവൻ്റെ കൂട്ടുകാരനാണ് പ്രിയനെ തട്ടിക്കൊണ്ട് വന്നത്. പക്ഷേ അത് നമ്മുടെ റാം അറിഞ്ഞിട്ടില്ല. ഡാ ജിഷ്ണു, നമ്മുടെ പ്ലാനൊക്കെ എന്തായി? റാം ജിഷ്ണുവിനോടായി ചോദിച്ചതും അവൻ നിന്ന് പരുങ്ങി. എന്താടാ ഒന്നും മിണ്ടാതെ? വാ തുറന്നു പറയടാ. അവൻ അലറിയതും അവർ ഒന്നും മിണ്ടിയില്ല. ജിഷ്ണു, സിദ്ധാർത്ഥ്, മഹേന്ദ്രൻ ഇവരാണ് റാമിൻ്റെ കൂടെയുള്ളത്. അതിൽ മഹേന്ദ്രൻ എന്ന മഹിയാണ് പ്രിയയുടെ കൂടെ റൂമിൽ നിന്നത്. എന്താടാ പുല്ലന്മാര്, നിങ്ങളുടെ വായിൽ നാവില്ലേ? ഇറങ്ങിപ്പോയോ? റാം ദേഷ്യത്തോടെ സോഫയിൽ നിന്ന് അവരോടായി അലറി. അല്ല, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ എവിടെ? റാം സംശയത്തോടെ അവരോട് ചോദിച്ചു. അവർ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ റൂമിൽ നിന്ന് നിലവിളിക്കുന്ന സൗണ്ട് കേട്ടു. അത് കേട്ടതും റാം സംശയത്തോടെ അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് സൗണ്ട് കേട്ട റൂമിൻ്റെ അടുത്തേക്ക് പോയി ഡോറ് തുറന്നു. റാം അകത്ത് കയറിയതും കണ്ടത് പ്രിയയുടെ മുടിക്കുത്തിന് പിടിച്ച് അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിക്കുന്ന മഹിയെയാണ്. ഡോ! റാമിന്റെ ദേഷ്യത്തിലുള്ള വിളി കേട്ടതും മഹി പെട്ടെന്ന് മുടിയിൽ നിന്ന് പിടുത്തം വിട്ട് റാമിനെ നോക്കി. പന്ന മക്കളെ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഈ പെണ്ണ് ഏതാണ്? റാം ദേഷ്യത്തോടെ അവർ 3 പേരോടും ചോദിച്ചു. അവർ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു. ഡി പെണ്ണെ, ഏതാടി നീ? നീ എങ്ങനെ ഇവിടെ വന്നു? കരഞ്ഞു കലങ്ങിയ മുഖമായി നിൽക്കുന്ന പ്രിയയോട് അവൻ ചോദിച്ചു. എന്നാൽ അവന്റെ ചോദ്യം കേട്ടതും അവൾക്ക് അടിമുടി ദേഷ്യം കയറി. അത് ശരി, താനാൾ കൊള്ളാലോ. എന്നെ തട്ടിക്കൊണ്ട് വന്നിട്ട് താനൊന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നു. തന്നെ കൊണ്ട് എങ്ങനെ കഴിയുന്നു ഇങ്ങനെ അഭിനയിക്കാൻ? പ്രിയ അവനോടായി ചോദിച്ചു. ഡി ചൂല്, എൻ്റെ കൈയിൻ്റെ ചൂട് നീ അറിയും. വായിൽ നാവുണ്ടെന്ന് കരുതി വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ കവിളിൽ എൻ്റെ വിരൽ പതിയും. അത് വേണ്ടെങ്കിൽ ചിലക്കാതെ നിന്നോ, അതാവും നിനക്ക് നല്ലത്. പല്ലുരുമി ദേഷ്യം കൺട്രോൾ ചെയ്ത് റാം പറഞ്ഞു. അത് കേട്ടതും പ്രിയ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി നിന്നു. അവനും അപ്പോഴാണ് അവളെ ശ്രദ്ധിക്കുന്നത്. കരഞ്ഞു കലങ്ങി അവളുടെ കണ്ണുകൾ കാണുന്തോറും എന്തോ ഒരു നോവ് അവനിൽ ഉടലെടുത്തു. അവൻ തലയൊന്നു കുടഞ്ഞ് റൂമിന് പുറത്തേക്കിറങ്ങി. അവന്മാരെ ഒന്ന് ദേഷ്യത്തോടെ നോക്കാനും മറന്നില്ല. അവർ 3 പേരും അവളെ ഒന്ന് നോക്കി പുറത്തേക്കിറങ്ങി. ഡാ പന്ന മോനെ, ഏതവളോടാ ആ പെണ്ണ്? സത്യം പറഞ്ഞോ? മഹിയുടെ കോളർ പിടിച്ച് റാം ചോദിച്ചു. ആ സമയം റാമിന്റെ കണ്ണുകൾ കണ്ടാൽ തന്നെ ആരും ഒന്ന് പേടിച്ചു പോകും. അത്രയ്ക്ക് തീക്ഷ്ണതയുണ്ടായിരുന്നു അവന്റെ കണ്ണുകൾക്ക്. ഡാ റാം, പറയടാ, നീ സമാധാനപ്പെട്. സിദ്ധു റാമിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പറഞ്ഞു തുലയ്ക്ക്. ഞാൻ ഇന്നേവരെ ഒരു പെണ്ണ് കേസും ഏറ്റെടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം എന്നോട് ചോദിക്കാതെ ഏറ്റെടുത്തത്? റാം ചോദിച്ചതും അവർ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു. സിദ്ധു, നീ പറയുന്നുണ്ടോ? വീണ്ടും അവൻ അലറിയതും സിദ്ധു പറഞ്ഞു തുടങ്ങി. ഡാ, ഇത് GK ഗ്രൂപ്പിന്റെ കൊട്ടേഷനായിരുന്നു. ലീല ഗ്രൂപ്പിന്റെ MD സുശീലന്റെ ഒരേ ഒരു മോളെ കുറച്ചു നേരം നമ്മുടെ കസ്റ്റഡിയിൽ നിർത്തുക എന്നതാണ് അവൻ പറഞ്ഞിരുന്നത്. GK ഗ്രൂപ്പിന് നമുക്ക് പിണക്കാൻ പറ്റില്ലല്ലോ. എല്ലായിടത്തും അവർക്ക് നല്ല പിടിപാടാണ്. നമുക്ക് പ്രയോജനപ്പെടും. സിദ്ധു പറഞ്ഞു നിർത്തി. അതേ റാം, നമ്മൾ ഒരാളെ കൊല്ലാറില്ലേ? പിന്നെ എന്താ ഒരു പീറപ്പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്നാൽ? മഹി റാമിനെ നോക്കി പറഞ്ഞു. റാമിന്റെ രൂക്ഷനോട്ടമായിരുന്നു മഹിക്കുള്ള മറുപടി. എന്നിട്ട് എപ്പോഴാ അവളെ റിലീസ് ചെയ്യുന്നത്? റാം സിദ്ധുവിനോടായി ചോദിച്ചു. അത് റാം, അവർക്ക് ഇവളുടെ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അതിന് റിപ്ലൈ തന്നിട്ടേ അവളെ പുറത്തിറക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അത് കേട്ടതും റാം സോഫയിലേക്ക് കണ്ണടച്ച് ചാരിയിരുന്നു.
കണ്ണടച്ചതും അവളുടെ കരഞ്ഞു കലങ്ങിയ ഉണ്ട കണ്ണുകളാണ് റാമിന്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നത്. പുല്ല്, അത് പറഞ്ഞ് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി റാം. ഇതേ സമയം പ്രിയയുടെ വീട്ടിൽ. എടി ജലജെ, എവിടെയാണെടി നിന്റെ മോള്? അവൾ വരുന്നതൊന്നും കാണുന്നില്ലല്ലോ. എങ്ങോട്ട് പോയി അവൾ? ഭദ്രൻ ജലജയോടായി ചോദിച്ചു. എൻ്റെ മോള് അമ്പലത്തിൽ പോയതാണ്. എൻ്റെ മോൾക്ക് ആപത്തൊന്നും വരുത്തല്ലേ എൻ്റെ ഈശ്വര, അവർ പ്രാർത്ഥിച്ചു. അവൾ അമ്പലത്തിലേക്കൊന്നും ആയിരിക്കില്ല, ഏതെങ്കിലും ആണുങ്ങളുടെ കൂടെ അഴിഞ്ഞാടാൻ പോയതായിരിക്കും. ഒരു പുച്ഛത്തോടെ ഭദ്രൻ പറഞ്ഞു. ദേ മനുഷ്യ, എൻ്റെ മോളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഓ, ഞാൻ പറയുന്നതാണ് കുഴപ്പം, നിന്റെ മോള് ചെയ്യുന്നതല്ല. നീ കണ്ടോ, ഏതെങ്കിലും ചെക്കൻ്റെ കൂടെയായിരിക്കും നിന്റെ മകൾ. എൻ്റെ മോള് പാവാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ജലജ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മ എന്തറിഞ്ഞിട്ടാണ് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നത്? ചേച്ചി എത്ര ആണുങ്ങളോടാണ് മോശമായ രീതിയിൽ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അമ്മുവും ഭദ്രൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതോടെ ആ അമ്മയുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. എൻ്റെ മോളെ ഒരാപത്തിലും പെടുത്തല്ലേ ഈശ്വര. ആ അമ്മ മനസ്സ് തേങ്ങിക്കൊണ്ട് പ്രാർത്ഥിച്ച് അകത്തേക്ക് പോയി. ഡാ റാം, നീ എന്താണ് ആലോചിച്ചിരിക്കുന്നത്? സിദ്ധു റാമിനോടായി ചോദിച്ചു. അതൊന്നുമില്ലടാ, എനിക്ക് ആ പെണ്ണിനെ എവിടെയോ കണ്ടൊരോർമ്മ, പക്ഷേ എവിടെയാണെന്ന് അറിയില്ല. റാം എന്തോ ആലോചിച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു. എന്താണ്, ഈ ചെകുത്താൻ്റെ മനസ്സിലും പ്രണയം മുട്ടിട്ട് തുടങ്ങിയോ? ജിഷ്ണു കളിയാലെ റാമിനെ നോക്കി പറഞ്ഞു. ഡാ പുല്ലേ, തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. അല്ല, അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിനക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടാണോ ഞാനൊന്ന് അവളെ തൊട്ടപ്പോഴേക്കും നീ കിടന്നിളകിയത്? മഹിയും ജിഷ്ണുവിൻ്റെ കൂടെ താങ്ങി പറഞ്ഞു. ഡാ പന്ന മോനെ മഹി, നിനക്ക് എൻ്റെ കയ്യിൽ നിന്നും കിട്ടണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൻ്റെ ചൂട് നീ അറിയൂ. ദേഷ്യത്തോടെ റാം പറഞ്ഞതും ജിഷ്ണു മഹിയെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും മാറി നിന്നു. ഡാ മഹി, നിനക്ക് അവൻ്റെ സ്വഭാവം അറിയുന്നതല്ലേ, അവന് ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടില്ല. എന്നിട്ടും എന്തിനാ നീ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? കുറച്ച് ദേഷ്യത്തോടെ തന്നെ ജിഷ്ണു പറഞ്ഞു. ഡാ ജിഷ്ണു, ആ പെണ്ണില്ലേ, അവളെ എനിക്കൊന്ന് അനുഭവിക്കണമായിരുന്നു. പക്ഷേ അപ്പോഴേക്കും റാം വന്ന് നശിപ്പിച്ചില്ലേ എല്ലാം. എന്തൊരു സെക്സിയാണടാ അവൾ. മഹി വല്ലാത്തൊരു മുഖഭാവത്തോടെ ജിഷ്ണുവിനോടായി പറഞ്ഞു. പൊന്നു മോനെ, നീ അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വാങ്ങുക തന്നെ ചെയ്യും. ജിഷ്ണു കാര്യത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. ഡാ റാം, സിദ്ധു വല്ലാത്തൊരു ടെൻഷനോടെ റാമിനെ വിളിച്ചു. എന്താ സിദ്ധു? റാം, അത് എടാ, ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ആള് മാറിപ്പോയി. ഇവളല്ല ശരിക്കും ലീല ഗ്രൂപ്പ് MDയുടെ മകൾ. ഞങ്ങൾക്ക് മാറിപ്പോയതാടാ. ദയനീയമായി റാമിനെ നോക്കി സിദ്ധു പറഞ്ഞു. വാട്ട്?